ഹലോ ഗൈസ്, നമുക്ക് അഗ്നിപരീക്ഷ എപ്പിസോഡ് 9 റിവ്യൂ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് ജഡ്ജസ് ഉണ്ടല്ലോ. ഗസ്റ്റ് ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത് 5ാമത്തെ സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള സെറീനയും നാദിരയുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവര് ആണ് ഇന്നത്തെ ഗസ്റ്റ് ജഡ്ജസ്. അങ്ങനെ മൊത്തം 5 ജഡ്ജസ് ആണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പൊ അതുകൂടാതെ ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികളിലേക്ക് എന്ന് വെച്ചാൽ കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടല്ലോ. ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുക, ഫാദർ മദർ അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ. അതിലേക്ക് ഇന്ന് വിളിക്കാൻ പോകുന്നത്, ഇന്നത്തോടെ ആ ടോപ്പിക്കും ആ സെഗ്മെന്റും ഫിനിഷ് ചെയ്യാനായിട്ടാണ് അവരുടെ പരിപാടി. അതിലേക്ക് വിളിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണവിനെ വിളിക്കും. പ്രണവ്, സോന ആൻഡ് അമൃത, ഇവരെ 3 പേരെയും വിളിച്ചിട്ട് ആ സെഗ്മെന്റ് അങ്ങോട്ട് ഫിനിഷ് ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശം. ആ സെഗ്മെന്റ് അങ്ങോട്ട് കഴിഞ്ഞു. അതിനുശേഷം വിളിക്കുന്നത്, അതിനുശേഷം ടീം ലീഡേഴ്സ് ചൂസ് ചെയ്യുകയാണ്. അതിൽ തന്നെ അവിടെ ഉള്ള ഒരു മത്സരാർത്ഥികളുണ്ടല്ലോ, 16 മത്സരാർത്ഥികൾ ബാലൻസ് ഉണ്ട്. അവരിൽ നിന്നും നറുക്കിട്ടിട്ടുള്ളവർക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ആൾക്കാരെയാണ് അവരുടെ ടീം ലീഡേഴ്സായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ടീം ലീഡറായി വന്നിട്ടുള്ളത് എൽദോ, ഷിബിന, ടാഷി ആൻഡ് രാഗേഷ്. ഇത്രയും ആൾക്കാരാണ് അവിടെ ടീം ലീഡേഴ്സായി വന്നിട്ടുള്ളത്. അതിൽ തന്നെ ആ ടീം ലീഡേഴ്സിന് തന്നെ ചൂസ് ചെയ്യാം ആരൊക്കെ അവരുടെ ടീമിൽ വേണമെന്നുള്ളത്. അതിൽ തന്നെ അഫിയാനാസ് ആൻഡ് ഷാമോൻ, അളകനന്ദ ഇവരൊക്കെ എൽദോന്റെ ടീമിലും, ഷിബിന ടീമിൽ ഷിജിൻ, സോന, ശ്യാം ഇവരും, ടാഷ ടീമിൽ വൈശാഖ്, പ്രണവ്, അമൃത, രാഗേഷിന്റെ ടീമിൽ ഷിജു, പൂജ, ലോലിറ്റ. ഇതൊക്കെയാണ് അവരുടെ ടീം വന്നിട്ടുള്ളത്. ടീം ലീഡേഴ്സിന്റെ പേരാണ് എൽദോ, ഷിബിന, ടാഷി, രാഗേഷ്. ഈ 4 പേരുമാണ് ടീം ലീഡേഴ്സ്. അപ്പൊ അവർക്ക് അതേപോലെ ടാസ്ക് ഒക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ടാസ്ക് കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രോപ്പർട്ടീസ് അങ്ങനെ കൊടുക്കും. പ്രോപ്പർട്ടീസ് വെച്ച് അറേഞ്ച് ചെയ്തിട്ട് ഏറ്റവും ഹൈറ്റിൽ ആരാണോ ബിൽഡ് ചെയ്ത് വെക്കുന്നത് അവനാണ് വിന്നർ. അപ്പൊ 2 ടീമുകൾ വന്നിട്ടുണ്ട്. ടീമുകൾ ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽദോന്റെയും ടാഷിന്റെയും ടീമാണ് വന്നിട്ടുള്ളത്. എൽദോന്റെയും ടാഷിന്റെയും ടീമിൽ നിന്ന് ബിൽഡ് ചെയ്ത് വെക്കും. മറ്റേ ഹൈറ്റിൽ ബിൽഡ് ചെയ്ത് വെക്കും. ബിൽഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ജയിക്കുന്നത് എൽദോന്റെ ടീമാണ്. ടാഷിക്ക് അവിടെ അത്രയും ഇത് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് നെക്സ്റ്റ് ടീം എന്ന് വെച്ചാൽ രാഗേഷ് ആൻഡ് ഷിബിന, അവർ 2 ടീമാണ് വെക്കുന്നത്. അതിൽ തന്നെ ജയിക്കുന്നത് ഷിബിന ടീമാണ്. ഷിബിന ടീം വെക്കുമ്പോൾ അതിൽ തന്നെ മറ്റേ കോറിയോഗ്രാഫർ ഉണ്ടല്ലോ, അവൻ നല്ലൊരു ഹൈറ്റ് എല്ലാം പ്ലേസ് ചെയ്യും. മറ്റേ വാട്ടർ ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാനും അതിന്റെ മേലെയും ഒരു കപ്പും കൂടി ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ആ ടീം ജയിക്കുന്നത്, ഷിബിനയുടെ ടീം. അതിൽ നിന്ന് തന്നെ ഈ 2 ടീമിൽ നിന്നും പോർ പെർഫോമൻസ് ഒക്കെ കാഴ്ചിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഔട്ട് ഹൗസിലെ കുറച്ച് ആൾക്കാരെ അങ്ങനെ വിട്ടും. അളകനന്ദ, അഫിയാൻസ ആൻഡ് പ്രണവ്, വൈശാഖ് എന്നൊക്കെ ലൂസിംഗ് ടീമിൽ നിന്നും വിന്നിംഗ് ടീമിൽ നിന്നൊക്കെ ബാഡ് പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാരെ അവിടെ നിന്ന് വിടും. പിന്നെ വീണ്ടും അടുത്ത ടാസ്കിന് വന്നപ്പോഴും രാഗേഷിനെ വിട്ട് ലോലിറ്റ ആൻഡ് ശ്യാം ഇവരെയും വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ സെക്കൻഡ് ടാസ്കിന് വന്നപ്പോൾ 3 ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ടാസ്കിൽ നിന്നും ഒരു 4 പേരെ വിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ മൊത്തം 7 ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നു. 7 ആൾക്കാരെ ഔട്ട് ഹൗസിൽ കൊണ്ടുവരുത്തി. ഔട്ട് ഹൗസിൽ കൊണ്ടുവരുത്തിയതിനു ശേഷം അവിടേക്ക് ഒരു പുതിയതായിട്ട് വന്ന ജഡ്ജസിന് കൊണ്ടായിരുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാപ്പ് ചെയ്യാം. ഔട്ട് ഹൗസിലുള്ള ആൾക്കാരെ പിടിച്ചിട്ട് സേവ് ആക്കുകയും ചെയ്യാം. സേവ് ആയിരിക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ഔട്ട് ഹൗസിൽ കൊണ്ടിടാം. അതാണെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ടാസ്ക്. അപ്പൊ അവരതിൽ നിന്ന് വിട്ടുന്ന അഫിയാൻസ എന്ന് പറഞ്ഞ ആ മുസ്ലിം ലീഡർ ഉണ്ടല്ലോ, അവരെ പിടിച്ചിട്ടിട്ട് അവരെ സേവ് ചെയ്തിട്ട് സേവ് ആയിരുന്ന വെച്ചാൽ അമൃതനെ പിടിച്ചിട്ട് ഔട്ട് ഹൗസിലും കൊണ്ടുപോയിട്ട് അങ്ങനെ 2 തമ്മിൽ സ്വാപ്പ് ചെയ്തവരിട്ടു. അതിനുശേഷം എവിക്ഷൻ റൗണ്ടിലേക്ക് അക്യൂസേഷൻ ബൗൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വെച്ചിട്ട് അതിൽ ഓരോരോ പേപ്പേഴ്സ് ഉണ്ടാവും. ആ പേപ്പറിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് ആർക്കും സൂട്ട് ആവുന്ന വെച്ചിട്ട് അവർ അതിനെ വെച്ചിട്ട് സംസാരിക്കണം. അതാണ് അവർക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് പോലത്തെ സംഭവം. അതിൽ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പൊ പ്രണവിന് കിട്ടിയത് കൺഫ്യൂസ്ഡ് എന്നുള്ള ഒരു ടേം കൊടുക്കുക. അപ്പൊ കൺഫ്യൂസ്ഡ് ആ ടേം ആർക്കാണോ സൂട്ടബിൾ ആവുന്നത് അവർക്ക് പറയില്ല. അവർ പറഞ്ഞത് വൈശാഖിനാ പറഞ്ഞത്. വൈശാഖ് കൺഫ്യൂസിങ് ആണെന്നുള്ള ഇതാണ് പറഞ്ഞത്. അളകനന്ദ നോട്ട് ഡിസേർവ്ഡ് എന്ന് പറയുമ്പോൾ നോട്ട് ഡിസേർവ്ഡ് ആരാന്ന് വെച്ചപ്പോൾ അമൃതയുടെ പേരാ പറഞ്ഞത്. അമൃത കിട്ടിയപ്പോൾ അമൃത കിട്ടിയത് മാനിപ്പുലേറ്റിംഗ് ആരെന്ന് വെച്ചപ്പം അമൃത ആരാ പറഞ്ഞു? അളകനന്ദ. വ്യത്യാസമൊന്നുമില്ലല്ലോ, നേരത്തെ പറഞ്ഞാലും പകപോക്കം എന്ന രീതിയിൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അളകനന്ദന്റെ പേര് പറഞ്ഞു. വൈശാഖ് എന്ന് പറഞ്ഞാൽ ബോറിംഗ്. ആരാണ് ബോറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്യാമിന്റെ പേരാണ് അവിടെ പറഞ്ഞത്. ശ്യാം ഫേക്ക് എന്ന് പറയുമ്പോൾ ശ്യാം പറഞ്ഞത് ശ്യാമിന് ഫേക്ക് ആയിട്ട് വന്ന ആള് പ്രണവ്.
പ്രണവിന്റെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രാകേഷിന് ഇൻവിസിബിൾ ആയെന്ന് വെച്ചപ്പോ പ്രണവിന്റെ പേരാ പറഞ്ഞത്. നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് തോന്നുന്നത് ലോലിറ്റാണ്. അവിടെ ഒന്നും ചെയ്തതായിട്ടൊന്നും ഒന്നും അവിടെ ആളുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണില്ല, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ലോലിറ്റ അറ്റൻഷൻ സീക്കർ എന്ന് പറഞ്ഞപ്പോൾ അമൃതയുടെ പേരാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ ആ ഒരു അക്യൂസേഷൻ ബൗളിന്റെ ഒരു പരിപാടി അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും എല്ലാവരും ഒന്ന് നിർത്തി എവിക്ഷൻ ആൻഡ് സേവ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വെക്കും. ബോക്സിൽ ഗ്രീൻ ആണെങ്കിൽ ബോക്സിൽ കൈയിടാൻ പറയും. ബോക്സിൽ കൈയിട്ടിട്ട് റെഡ് പൗഡറാണ് കയ്യിൽ വെച്ചെങ്കിൽ എവിക്റ്റഡായി, ഗ്രീൻ ആണെങ്കിൽ ആൾ സേവ് ആയി. അങ്ങനെ എല്ലാവരെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ വെച്ചിട്ടുണ്ട്. വൈശാഖ്, പ്രണവ്, അമൃത, അളകനന്ദ, രാകേഷ്, ലോലിറ്റ, ശ്യാം, ഇത്രയും ആൾക്കാർ അവിടെ എവിക്ഷൻ വന്ന് നിൽക്കുക. അതിൽ തന്നെ 3 പേര് സേവായി. രാകേഷ്, ലോലിറ്റ, ശ്യാം, ഇവർ 3 പേരും സേവായി. എവിക്റ്റഡ് ആയത് വൈശാഖ്, പ്രണവ്, അമൃത, അളകനന്ദ, ഇവർ 4 പേരും എവിക്റ്റഡായി. പിന്നെ എവിക്റ്റഡായി. അതിനുശേഷം ഇന്ന് തുടങ്ങിയിട്ടാണ് നമ്മുടെ വോട്ടിംഗ് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം അവർ പറയണത്. ഇന്ന് തുടങ്ങി വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ പോയതിനു ശേഷം 4 ആൾക്കാർ പോയതിനു ശേഷം ഇനി അവിടെ ഉള്ളത് 12 ആൾക്കാരാണ്. 12 മത്സരാർത്ഥികളാണ് ഇനി അവിടെ ഉള്ളത്. അപ്പൊ ഇനി ഈ 12 ആൾക്കാരിൽ നിന്ന് ആരൊക്കെ പോകും, ആരൊക്കെ വരും, ആരൊക്കെ ബിഗ് ബോസിലേക്ക് പോകും, ബിഗ് ബോസിൽ കയറാതെ ആരൊക്കെ ബാക്കിലേക്ക് പോകും, വീട്ടിലേക്ക് പോകും എന്നൊക്കെ നമുക്കിനി വരും എപ്പിസോഡിൽ കാണാൻ പറ്റും. അപ്പൊ ഈ വീഡിയോയുടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.